തീർച്ചയായും ആൾക്ക് കുറച്ച് കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ഒരു സമയത്ത് അയാളുടെ ബ്രെയിനിൽ തന്നെ ഒരു മത്സരങ്ങൾ നടക്കുകയായിരിക്കും. ഒരു സൈഡിൽ എങ്ങനെ മരിക്കാമെന്നുള്ള തിങ്ക്, അതുപോലെ മറ്റേ സൈഡിൽ അയാളുടെ ഹോൾ ലൈഫ്, അയാളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അയാളുടെ മക്കൾ, ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അതൊരു സൈഡിലൂടെ ഇങ്ങനെ മിന്നി പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം വരുന്നത് ആൾക്ക് എങ്ങനെ മരിക്കാമെന്നുള്ള തിങ്ക് ആയിരിക്കും. കാരണം ബ്രെയിന് അതിനായിട്ട് സജ്ജമായിട്ട് ഇരിക്കുകയായിരിക്കും. ഈ ഒരു ടൈമിൽ തീരുമാനം മാറ്റുക എന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നിങ്ങൾ നിങ്ങളുടെ കടമകളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തീരുമാനം ഒഴിവാക്കാൻ പറ്റും. നിങ്ങളൊരു യങ് സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഹോൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കിയിരിക്കുന്നത്. അവരുടെ സമയം, എനർജി, മണി, ഇതൊക്കെ നിങ്ങൾ വളർത്തി വലുതാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, താമസത്തിന് വേണ്ടി, ഇതൊക്കെയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇത് അവരുടെ കടമയുമാണ്. എന്നാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നായി പറയാമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റുമാണ്. കാരണം അവരുടെ വാർദ്ധക്യ കാലത്ത് നിങ്ങൾ അവരെ നോക്കും എന്നുള്ളൊരു ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരം കടമകളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടുള്ളതല്ല. സെയിം കേസ് മാതാപിതാക്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. അവരുടെ മക്കളെ നോക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. അതുപോലെ എല്ലാ റിലേഷനിലും ഇത്തരത്തിലുള്ള കുറച്ച് കടമകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അതിനെക്കാട്ടും കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കടമകളിലേക്കായിരിക്കണം. ഒരു മാതാപിതാക്കൾ കുട്ടീനെ വളർത്തി വലുതാക്കുമ്പോൾ അവരുടെ ബ്രെയിനിലെ വയറിങ്ങിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. സ്ട്രക്ചറിലും ഫങ്ഷനായിട്ടും അത് ആ കുട്ടികളുടെ ബോണ്ട് കൂടുതൽ ശക്തപ്പെടാനും സഹായിക്കുന്നുണ്ട്. മക്കൾ വിട്ടുപോകുക എന്നുള്ളത് ഏതൊരു മാതാപിതാവിനും സഹിക്കാൻ പറ്റാവുന്നതിനൊക്കെ അപ്പുറം ദുഃഖം തരുന്നതായിരിക്കും. ചിലപ്പോൾ ലൈഫ് ലോങ് ആ ദുഃഖം നീണ്ടു നിൽക്കുന്നുണ്ടാവും. അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം മനസ്സിലാക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിനോട്, അതാരും ആയിക്കോട്ടെ, ഫാമിലിയോ അല്ലെങ്കിൽ പാർട്ട്ണറോ ഫ്രണ്ട്സോ ആരാണെങ്കിലും കുഴപ്പമില്ല, അവരോട് വിളിച്ച് കാര്യം സംസാരിക്കാം. ഇനി എനിക്ക് പറയേണ്ടത് ഈ സംസാരം കേൾക്കുന്ന വ്യക്തിയോടാണ്. അതായത് ഏതൊരു വ്യക്തി സൂയിസൈഡിനെ കുറിച്ച് നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് തമാശയിലോ സീരിയസിലോ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം ആ വ്യക്തി വിളിക്കുന്നുണ്ടാവുക ആൾക്കിനി ഒരു വേറെ ലൈഫില്ല, അയാൾ ഹോപ്പ്ലെസ് ആണ് എല്ലാ രീതിയിലും. അതേപോലെ തന്നെ അയാൾ എല്ലാവർക്കും ഒരു ഭാരം, അങ്ങനത്തെ ഒരു തിങ്ക് ആയിരിക്കും ആളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിന് കൂടി തന്നെ നിങ്ങളെ വിഷമം കൂടി ചിലപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞാൽ പിന്നെ ആളില്ലേലും ചിലപ്പോൾ വിഷമത്തിലാവുകയും ചെയ്യും. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആളോട് സംസാരിക്കാം. ഒന്നിക്ക് പറയാം, ഞാൻ ഇവിടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, നീ ഫാമിലിന്റെ കൂടെ പോയി ഇരിക്കുക, അപ്പം നിന്റെ മൈൻഡ് അത് മാറാൻ സഹായിക്കും. അല്ലെ നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, അല്ല നമുക്ക് പുറത്തു പോവാം. അങ്ങനെ ആളുടെ മൈൻഡ് ഫ്രീ ആകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. സാറ് പറഞ്ഞല്ലോ ഇത്തരം തീരുമാനം എടുക്കുമ്പോൾ ബ്രെയിനിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. ഇതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? മെഡിസിൻ ഉപയോഗിച്ചും അതുപോലെ ചില ട്രീറ്റ്മെന്റിലൂടെയും ഇത്തരം തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റില്ലേ? അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയോ?